ഹലോ നമസ്കാരം. ചന്ദ്രകന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ മൂൺ ഇൻ പൈസസ്, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളും വെല്ലുവിളികളും. ഓക്കെ, അപ്പോൾ ഈ ഒരു അമാവാസിയാണ് 18 തീയതി വരുന്നത്. ഓക്കെ, കലണ്ടറിൽ 19 എന്നാണ് കാണിക്കുന്നത്, പക്ഷെ നാഴികയൊക്കെ വെച്ച് നോക്കുമ്പോൾ 18 തീയതിയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ പൈസസ് സോഡിയാക് സൈനിലാണ് ഇപ്രാവശ്യത്തെ ന്യൂ മൂൺ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു അമാവാസിയുടെ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾ നേരിടാം, ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. എന്നത്തെയും പോലെ തമ്മിലില് 3 ചിത്രങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് അല്ലെങ്കിൽ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏതാണ് നിങ്ങളുടെ റീഡിംഗ്? ഓക്കെ, കാർഡുകളൊക്കെ പറഞ്ഞു വീഴുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ അങ്ങനെ വീഴുന്ന സാധനം എടുക്കാറില്ല. അത് ഇന്റൻഷൻ സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം അനുഗ്രഹങ്ങളാണ് നോക്കുക. പിന്നെ എന്തൊക്കെ വെല്ലുവിളികൾ നിങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്, ഇക്കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഓക്കെ, ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഇനി 100% ഗ്യാരണ്ടിയിൽ ഇങ്ങനെ നടക്കും നടക്കില്ല എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. സാധ്യതകളാണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഈ റീഡിംഗ് കാണാൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ്, ഈ പൈസസ് അമാവാസിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? Clarify the Princess of Coins. Okay. Clarify the Six of Wands. Okay. ഇവിടെ ഒരു ഹീലിംഗ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒരു ഹീലിംഗ്, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ ആ ഒരു ഫോർവേഡ് മൂവ്മെന്റ്, ആ ഒരു പ്രോഗ്രസ് കണ്ടോ, അത് തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ലതല്ലാത്ത, ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ നിന്ന്, ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മുക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം, അതൊരു ചെറിയ അവസരമായിരിക്കാം. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ. അത് ചെറുതായിരിക്കാം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് ചെറുതായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും, വളരെ വിജയകരമായിട്ട് പുറത്തു കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ക്ലാരിഫൈ ദ Four of Coins. ലൈഫിൽ കുറേ കൂടി ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ അനുഭവിക്കാനായിട്ട് ഒരു സാഹചര്യം കാണുന്നു. അപ്പോൾ എന്തെങ്കിലും അൺസ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫിൽ, ഓക്കെ, അതിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി വരിക, കുറേ കൂടെ ഒരു ലൈഫിനൊരു ഒരു എന്താ പറയുക, ഒരു ഭദ്രത വരിക. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നതിന്, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി എവിടെയെങ്കിലും ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം, നല്ലൊരു മാറ്റമാണ് കാണുന്നത്. അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നിങ്ങളോട് പറയുന്നുണ്ട്, എന്താ പറയുക, ഒരു ഫ്രഷ്നെസ്, കുറേ കൂടെ മനസ്സിന് സമാധാനം നിറഞ്ഞൊരു സമയമൊക്കെ നിങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനും സാധ്യത കാണുന്നു കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശ്വരന്റെ ആ ഒരു കടാക്ഷം വളരെയധികം ഉള്ളതായിട്ടും ആ ഒരു സംരക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഇല്ലാതെ ഒരു കാലതാമസം നേരിടുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ സഡൻ ചേഞ്ച് അല്ല, പെട്ടെന്നുള്ള മാറ്റമല്ല, പക്ഷെ അവിടെ ആ ഒരു സ്റ്റക്നെസ്, സ്റ്റാഗ്നൻസിക്ക് ഒരു അവസാനം, അത് ചെറിയ രീതിയിലുള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മാറ്റം അതൊരു വലിയ പ്രോഗ്രസിന്റെ തുടക്കമാണ്, പക്ഷെ ആ തുടക്കം വളരെ ചെറിയ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഒറ്റയടിക്കുള്ള ഒരു മാറ്റം അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് എന്ന് കാണുന്നുണ്ട്. കുറേം കൂടെ മനസ്സിന് സമാധാനം നിറഞ്ഞൊരു സമയം, പിന്നെ ഒരു ഫ്രഷ് എനർജി ഫീൽ ചെയ്യുക ജീവിതത്തിൽ, അതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് മൊത്തത്തിൽ, അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കണേ. ഇനി ഈ ഒരു പൈസസ് അമാവാസ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, clarify the fonts. Clarify the King of Wands. Clarify the Six of Swords. Clarify the Ace of Cups. Clarify the Nine of Wands. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫിൽ ഞാൻ കാണുന്ന പോലെ പ്രോഗ്രസ് അല്ലെങ്കിൽ ചില യാത്രകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ജീവിതത്തിൽ പൊതുവെ ഒരു പ്രോഗ്രസിന്റെ എനർജി ആയിരിക്കാം കൂടുതലും. അതൊരു ഓക്കെ, ഒരു എന്താ ഫോർവേഡ് മൂവ്മെന്റ്, നമ്മൾ ഈ പറഞ്ഞല്ലോ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വലിയൊരു പങ്കുണ്ട്. അവിടെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ അതിൽ വിജയിക്കുന്നു, അവസരങ്ങളിൽ ഉപയോഗിച്ച് എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ, ആ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ആത്മവിശ്വാസവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. അവിടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ വെല്ലുവിളി. ഓക്കെ, മനസ്സമാധാനത്തോടെ അനാവശ്യമായിട്ടുള്ള ചിന്തകളില്ലാതെ, നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതെ, അതിന് ഒരു സ്വസ്ഥമായിട്ട്, അതായത് ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് അവിടെ ഒരു ഇത്രയും നാളും ഇപ്പൊ നിങ്ങൾ നിന്ന് പോയൊരു സമയം അവിടെ, അല്ലെങ്കിൽ ആയിരിക്കുന്ന ഈ ഒരു ലൈഫ് ശരിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് അല്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കംഫർട്ട് സോൺ ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റമാണ് ഈ ഒരു അവസരങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ എന്താ പറയാ ഫോർവേഡ് മൂവ്മെന്റിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളായിട്ട് പ്രോ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും പോകെ പോകെ. ഓക്കെ, അവിടെയാണ് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് നേരിടുക. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരികയാണ് ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട്. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനൊരു സാധ്യത. ഓക്കെ, ഒരു ആത്മവിശ്വാസത്തിൽ വല്ലാതെ ഒരു കുറവ്, ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ ഒരു സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടാതെ ആ ആത്മവിശ്വാസത്തിന് മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോവുക, ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് കാണുന്നത്. മനസ്സിന് സ്വസ്ഥത കീപ്പ് ചെയ്യുക. വേറൊരു പ്രശ്നം അതാണ്. അതായത് ലൈഫിൽ ഞാൻ ഏസ് ഓഫ് കപ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കുറെ പുതിയ എനർജീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, കുറെ പുതിയ കണക്ഷൻസ് ആയിരിക്കാം, സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിലുള്ള ഇമോഷണലി ഒരു ഫുൾഫിൽമെന്റ് തരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എന്നാണ് നമുക്ക് ഏസ് ഓഫ് കപ്സ് എന്നുകൊണ്ട് കാണുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവിടെ പഴയതിനെ വിട്ടുകളയാതെ അതിന് ഈ അതായത് പുതിയതിലേക്ക് കടന്നിട്ടും പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക, പഴയ സ്ട്രഗിൾസിനെ കുറിച്ച് ഓർക്കുക, ആ പഴയ സ്ട്രഗിൾസ് ഇതിൽ വീണ്ടും വരൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വളരെ ഒരു, അതായത് നിങ്ങൾക്ക് നല്ല എല്ലാം കൊണ്ട് നല്ലൊരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നു. ഓക്കെ, സ്പെഷ്യലി സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒക്കെ സംഭവിക്കുകയാണ്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റീവ് തോട്ട്സ് വളരെ സ്ട്രോങ് ആവുക. ഓക്കെ,
വീണ്ടും പഴയ പോലെ ആവോ, വീണ്ടും ചാലഞ്ചസ് ഉണ്ടാവോ, വീണ്ടും നീ തിരിച്ചു പോവോ, ഇങ്ങനത്തെ ചിന്തകൾ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അപ്പൊ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ആ ഇമോഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരിക. അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓക്കെ, ആ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാതെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് ആയിരിക്കും. ഓക്കെ, ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലാണ് നിങ്ങൾ വരേണ്ടത്. അതായത് ആ ഒരു ഇമോഷണൽ സൈഡും ലോജിക്കൽ സൈഡൊക്കെ ബാലൻസ് ചെയ്ത് ഇമോഷണലി അവൈലബിൾ ആണ്, പക്ഷെ ഇമോഷണലി വൾണറബിൾ അല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ, അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആയിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തത്, നിങ്ങൾ വിഷമിച്ച കാര്യങ്ങൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുക. അപ്പൊ നിങ്ങൾ അനുഭവിച്ചതൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ സങ്കടം വരിക, പക്ഷെ അത് കഴിഞ്ഞു പോയതാണ്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം സംഭവിച്ചു, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ പഴയതിൽ നിന്ന് വിട്ടുപോരുന്നില്ല. പഴയത് കൂടുതൽ നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ വീണ്ടും ചുറ്റി വരിയുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആകുക എന്നുള്ളതാണ് അവിടെ. ഓക്കെ, ആ വരുന്ന ഇമോഷൻസ് ഒക്കെ അത് റിലീസ് ആയിക്കോട്ടെ, അതിനെ സപ്രസ് ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക, ലൈഫിൽ മാറ്റം വന്നു കഴിഞ്ഞു, ലൈഫ് ഇപ്പൊ അങ്ങനെയല്ല, ലൈഫിൽ ഇപ്പോൾ വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ സ്വയം നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടെ. മനസ്സിലായോ? ആ വരുന്ന ഭയത്തിന് കീഴടങ്ങാൻ പാടില്ല. ഓക്കെ, ആ വരുന്ന ആൻഷ്യസ് തോട്ട്സിന് സത്യമാണെന്ന് വിശ്വസിക്കാനായിട്ട് പാടില്ല. മനസ്സിന് പറഞ്ഞ് റിപ്പീറ്റഡ്ലി പറഞ്ഞ് തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ മനസ്സിലുള്ള ഈ ഒരു നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് പുറത്തു കടക്കേണ്ടത്. ഇത് ആ ഒരു സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കത് മറികടക്കാൻ പറ്റാത്ത ഒന്നല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നമ്മൾ നൽകുന്ന പേഴ്സണൽ ടാറോ റീഡിംഗ് സർവീസസിന്റെ ഒരു ജിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർച്ച് 15 മുതൽ പേഴ്സണൽ റീഡിങ്ങിന്റെ റേറ്റിലും അത് നൽകുന്ന രീതിയിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയാ, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇൻ കേസ് നിങ്ങൾ കുറെ നാൾക്ക് ഈ മാർച്ച് 15 ശേഷമാണ് കാണുന്നതെങ്കിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ പൈസസ് അമാവാസ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, clarify the Knight of Wands. Clarify the Pentacle. Swords. Okay. ഒരു സം സോർട്ട് ഓഫ് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊരു എനർജി കിട്ടുന്നുണ്ട്. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല എന്ന് കാണുന്നു. പക്ഷെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ത്രൂ, ഓക്കെ, ഒരു ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ആകാം പ്രിഫറബിളി. അതിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ്, ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, കരിയർ റിലേറ്റഡ് ആയിരിക്കാം. ഇപ്പൊ എസ്പെഷ്യലി നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ചാപ്റ്ററിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ഒരു സിഗ്നിഫൈ ചെയ്യുന്നത്, ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ, ഈ പെർട്ടിക്കുലർ ഓഫർ സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, കറന്റ് ഒരു സ്റ്റക്ക് എനർജി, എവിടെയാണോ നിങ്ങൾ വളരെ സ്റ്റക്കായി നിൽക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, അതായത് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു, പക്ഷെ ഒരു തരത്തിൽ നിങ്ങൾ ഒരു ഗ്രീൻ സിഗ്നൽ കാണാത്ത, ഇനി ഒരു തരത്തിലൊരു പ്രതീക്ഷ തോന്നുന്നില്ല എന്ന തരത്തിൽ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം ഏതാണോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നത് കേട്ടോ.
അണ്ടർലൈങ് എനർജി ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് ഒരു റഷിങ് എനർജി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഐഡിയ ഇല്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ എന്താണെന്ന് അറിയാത്ത സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ എത്ര എന്താ പറയുക എങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് ഒരു മാറ്റം നിങ്ങൾ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു വിശ്വാസം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ സ്ട്രെസ്ഡും ആണ്. ആ ഒരു എനർജി ഉണ്ട്. ഓക്കെ, സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്, ആൻഷ്യസ് ആണ് നിങ്ങൾ. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എവിടേക്കോ ആ ഒരു വിശ്വാസം ഉണ്ട്. അതായത് മാറി മറിയും, യൂണിവേഴ്സ് മാറ്റം കൊണ്ടുവരും, അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നു. അതാണ് ആ വിശ്വാസമാണ് ഇവിടെ നിങ്ങൾ റിവാർഡ് ചെയ്യുന്നത്. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾക്കൊരു ഒരു സിറ്റുവേഷൻ, ഒരു എന്താ പറയണ്ടേ, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കത്തിനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ്, ആ സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് നിങ്ങൾക്കൊരു അവസരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഡെസ്റ്റിൻഡ് ആണ് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഡെസ്റ്റിൻഡ് ആ ഒരു മേഖലയിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറെ എന്താ പറയുക വിജയങ്ങൾ, നേട്ടങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ഒരു പൊസിഷൻ ഉണ്ട് നിങ്ങൾ എത്തിച്ചേരേണ്ടത് ആ ഒരു മേഖലയിൽ. അത് ഡെസ്റ്റിനിയിലുള്ളതാണ്. അപ്പൊ അത് സംഭവിച്ചേ തീരൂ. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി അതൊന്നും നടക്കാനില്ല, അല്ലെങ്കിൽ ഈ മേഖലയിൽ എനിക്കിതൊന്നും ചെയ്യാനില്ല, ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഏത് തരത്തിൽ ചെയ്താലും ഒരു ഭാവി അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ മേഖലയിൽ അത് നമ്മുടെ തോട്ടാണ്. കറണ്ട് റിയാലിറ്റി വെച്ചിട്ട് നമ്മളുടെ ഒരു നിഗമനാണ്. അത് തെറ്റാന്നല്ല പറയണത്. പക്ഷേ അതിനപ്പുറം നമുക്കറിയാത്ത ഒരു കാര്യമുണ്ട്. ഓക്കെ, യൂണിവേഴ്സിന് അറിയുന്ന നമുക്കറിയാത്തൊരു കാര്യമുണ്ട്. ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. ആ ഫ്യൂച്ചർ എന്താണെന്ന് യൂണിവേഴ്സിന് നല്ല ബോധ്യമുണ്ട്. അതനുസരിച്ച് അവിടെ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട് ആ ഒരു മേഖലയിൽ. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുള്ള അവസരമാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് കാണുന്നു. ഒരു സെക്കൻഡ് ചാൻസ് എനർജിയിൽ ചിലപ്പോൾ ഒരിക്കൽ നഷ്ടപ്പെട്ടതിൽ നിന്നാവാം വീണ്ടും ഈ ഒരു നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം തന്നെയായിരിക്കും വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും എന്താ പറയണ്ടേ, നിങ്ങളിലേക്ക് അത് വരുന്നുണ്ട്. ഒരു മെസ്സേജിന്റെ രൂപത്തിൽ അത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണത് എന്ന് മനസ്സിലാക്കുക. ഓഫറാണ് അതെന്ന് മനസ്സിലാക്കുക. അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോകുക. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചാലഞ്ച് എന്താണെന്ന് നോക്കാം, വെല്ലുവിളി എന്താണെന്ന് നോക്കാം. അപ്പോൾ പൈസസ് അമാവാസ്യയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ലുള്ള കളക്ടീവ്സ് അനുഭവിക്കാൻ സാധ്യതയുള്ള വെല്ലുവിളി എന്താണ്? Clarify the 6 of Wands. Clarify the 6 of Wands. Clarify the 2 of Cups. Okay. Clarify the Lovers. Clarify the 8 of Wands. Clarify the Page of Wands. ഓക്കെ, ഈ വെല്ലുവിളി നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു സക്സസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു എങ്കിൽ ആ വ്യക്തിക്ക് മ്യൂച്വലി നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, അവർക്ക് തിരിച്ച് നിങ്ങളോട് ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സന്ദർഭമായിരിക്കാം ഈ ഒരു ടൈം. ഓക്കെ, അപ്പോൾ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണർ വൈബ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കൺഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊരു വലിയൊരു അനുഗ്രഹമാണ്, നിങ്ങളൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ കാണുന്നു. കാരണം നിങ്ങളത് അത്രമേൽ ഒരു പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ട്ണർ, ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ, ആ ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവുക, വളരെ പെട്ടെന്ന് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് അത് എത്താനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.
കാരണം നിങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ഓവർവെൽഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണ്. ഓക്കെ, ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ, ഒരു സ്പെസിഫിക് പേഴ്സൺ ഉണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചതാണ് അവരിൽ നിന്ന് ഇങ്ങനെ ഒരു റെസ്പോൺസ്, അവരിൽ നിന്ന് ഇതുപോലെ ഒരു ഇനീഷ്യേറ്റ്. അത് അവർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു ഡെസ്റ്റിൻ പാർട്ട്ണർ, ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് ഇവരെന്റെ ഡെസ്റ്റിൻ പാർട്ട്ണർ ആണോ അല്ലയോ എന്നുള്ളതിന് ഒരു കൺഫർമേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ആ കൺഫർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രയും സ്ട്രോങ് കൺഫർമേഷൻ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രൂഫ് കിട്ടുകയാണ്, ഡെഫിനറ്റ്ലി ഇതാണ് പേഴ്സൺ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇനീഷ്യേറ്റ് എടുക്കാണ്. അപ്പൊ നിങ്ങൾ അവിടെ വളരെയധികം എക്സൈറ്റഡ് ആവാനും ആ എക്സൈറ്റ്മെന്റ് പുറത്ത് ആക്ഷൻസ് എടുക്കാനും ഒക്കെ ഒരു സാധ്യത, ഡിസിഷൻസ് എടുക്കാനും ഒരു സാധ്യതയുണ്ട്. അതാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇവിടെ ആയിരിക്കേണ്ടത് ഗ്രൗണ്ടഡ് ആയിരിക്കണം. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹെൽത്തി കണക്ഷൻ ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളിൽ ചില ഇൻസെക്യൂരിറ്റീസും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സും ഉണ്ട്. അതൊക്കെ ഹീൽ ചെയ്യുന്നതിലും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, അവിടെ ആയിരിക്കണം നിങ്ങളുടെ കൂടുതൽ ഫോക്കസ്. അതായത് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ ഫോക്കസ് ആയിരിക്കേണ്ടത്. ഈ കണക്ഷനെ നെഗ്ലക്ട് ചെയ്യണം എന്നല്ല പറയണേ, പക്ഷെ ഈ കണക്ഷൻ സക്സസ്ഫുള്ളി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ഓക്കെ, അത് ഏറ്റവും നല്ല രീതിയിൽ അതായിരിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഈ ഒരു ടൈം ആ ഒരു വ്യക്തി പറയുന്ന പോലെ എന്താ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഇനീഷ്യേറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പ്രോഗ്രസ്ഡ് ആവുക. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. ഓക്കെ, ആ കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യണം ഡെഫിനറ്റ്ലി. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് വേണം? നിങ്ങളുടെ ആ ഒരു ഹീലിംഗ് കാര്യങ്ങൾ, ഹീലിംഗ് പ്രാക്ടീസസ് കൃത്യമായിട്ട് ചെയ്യാം, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസ് കൃത്യമായിട്ട് ചെയ്യാം. നിങ്ങൾക്കായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ചില ജിം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, ചിലർ ജിം അറ്റൻഡ് ചെയ്യും, ചിലർ മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. എഫർമേഷൻസ് നിങ്ങൾ എന്നും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾക്കായിട്ട് സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട്, സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് നിരന്തരം കൺസിസ്റ്റന്റ്ലി നിങ്ങൾ ചെയ്തിരിക്കണം. ഈ ഒരു കണക്ഷൻ സംഭവിച്ചു എന്നതിനർത്ഥം അതിനെ ഒഴിവാക്കാം എന്നല്ല. ഓക്കെ, അത് കണ്ടിന്യൂസ്ലി ചെയ്തിരിക്കണം. ഗ്രൗണ്ടഡ് ആയിരിക്കുക. ഈ പ്രസന്റ് മൊമെന്റിലായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണം. ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പും വരുത്തണം. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം അവിടെ നിങ്ങൾ ഓവർവെൽഡ് ആവാനും ഡിസ്ട്രാക്റ്റഡ് ആവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ഹീലിംഗ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ഡയറക്റ്റ്ലി നിങ്ങളുടെ കണക്ഷനെ എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് പ്രാധാന്യമാണ്, എത്രത്തോളം പ്രാധാന്യമാണോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഈ സെൽഫ് കെയർ, സെൽഫ് ലവ് പ്രാക്ടീസസും പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കാം. എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരെയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നമുക്ക് നോക്കാം. ഈ പൈസസ് അമാവാസ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. Clarify the devil. Clarify the Seven of Wands. Okay. Clarify the next step.
ഓക്കെ, നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളോട് ഇൽ ഇന്റൻഷൻസ് ഉള്ള അല്ലെങ്കിൽ ഈവിൾ ഇന്റൻഷൻസ് ഉള്ള അഡേബിൾ എനർജി ഫോക്കസ് അല്ലെങ്കിൽ ഉള്ള ആളുകൾ ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവരുടെ ചില അഡ്വാൻസസ് അവര് നിങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യാനോ ഒക്കെ ഒരു ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇൽ ഇന്റൻഷൻസ് അവര് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് അവരെ കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇങ്ങനെ ആരാണ് ഇൽ ഇന്റൻഷൻ ഉള്ളവര്, ആരാണ് എന്താ പറയാ നല്ല വ്യക്തികൾ ആരാണ്, ആരൊക്കെയാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നുണ്ടാവും. ഈ ഒരു അമാവാസിയുടെ അടുത്തായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൺഫർമേഷൻ കിട്ടുകയാണ് ഇവരുടെ ഇന്റൻഷൻസ് ശരിയല്ല. നിങ്ങളോട് ഒരുപാട് ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിയായ ഉദ്ദേശം അല്ലെങ്കിൽ അവര് ശരിക്കും ആ കാണുന്ന ചിരിയും കളിയും സ്നേഹമൊക്കെ അത് പെരിഫറൽ ആണ്, ആത്മാർത്ഥമായിട്ടുള്ളതല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയും അതനുസരിച്ച് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുക മാത്രമല്ല നിങ്ങളെ ലൈഫിൽ എന്താ കുറേ കൂടെ നിങ്ങൾക്ക് അപ്പൊ ആ ഒരു നെഗറ്റീവ് എനർജീസിനൊക്കെ അകറ്റി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു റിന്യൂവൽ എനർജി വരുന്നുണ്ട്. ആ റിന്യൂവൽ എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഫുൾ കാർഡ് അതാണ് കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്പൊ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് എനർജറ്റിക്കലി ആണ് കൂടുതൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് ഒരു പീസ്ഫുൾനെസ് വരിക, കുറെ കൂടെ നിങ്ങൾ ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിലായിരിക്കുക, കുറെ കൂടെ മനസ്സിനൊരു സമാധാനം കിട്ടുക, ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ ഉള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം. അതായത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരാണ്, അവർ ശരിയായ ഇന്റൻഷൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നു, അവര് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് നിങ്ങൾ അവരെ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ അവരെ അകറ്റി നിർത്തുന്നതോടുകൂടെ അവരുടെ അഡ്വാൻസ്മെന്റ്, അവർ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തടയാണ് ചെയ്യുന്നത്. അതോടുകൂടെ എന്തുണ്ടാവുകയാണ്, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ എനർജറ്റിക്കലി ഒരു റിഫ്രഷ്മെന്റ്, ഒരു റിന്യൂവൽ സംഭവിക്കുന്നു. അതാണ് നമുക്ക് കാണാനായിട്ട് ഉള്ളത്. യെസ്, അതിൽ നിന്ന് ഒരു ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ആ ഒരു ഡിസിഷൻ ആണ് അവിടെ എന്തുണ്ടാക്കുന്നത്, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പക്ഷെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഡിസിഷൻ മൂലം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പ്രോഗ്രസ്, ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് വരുന്നുണ്ട്. അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കിങ് ഓഫ് സോർഡ്സ് ഇത് രണ്ട് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയാ, ഈ ഒരു ഫാസ്റ്റ് പേസ്ഡ് ചേഞ്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഈ പറയുന്ന പോലെ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് കാണുന്നു. ഇത് കുറേ കൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ നിങ്ങളെ സക്സസ്ഫുൾ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണെന്ന് കാണുന്നുണ്ട്. ലൈഫിൽ കൂടുതൽ വിക്ടറി കൈവരിക്കുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കൂടുതൽ കുറേ കൂടെ ഒരു പവർഫുൾ പൊസിഷനിൽ എത്തുന്നതിനും ഈ ഒരു മാറ്റം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി ഹിഡൻ ആണ്. അത് ടോട്ടൽ ഒരു സർപ്രൈസ് തന്നെയായിരിക്കും. ഔട്ട് ഓഫ് ദ ബ്ലൂ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ചെയ്യുന്നതിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് സക്സസും അതുപോലെ തന്നെ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഈ ഒരു മാറ്റം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാനുണ്ട്. ഇനി വെല്ലുവിളികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് ഈ പൈസ അമാവാസ്യയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? Clarify the Ace of Wands. Clarify the Ace of Wands. Clarify the Son of Swords.
ഈ ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങളെയാണ് ഏസ് ഓഫ് വാൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചേഞ്ചസ് പറഞ്ഞല്ലോ. ഈ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ആ ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്ത് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ തോട്ട്സ്, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനും ഈ മാറ്റങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങളെ അവോയ്ഡ് ചെയ്യാൻ, അതിനെ എന്താ പറയുക, റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ നിങ്ങളെ ഒന്ന് എന്താ പറയുക, ടെംപ്റ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ് ഇത് വേണ്ട, ഈ മാറ്റം എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, എനിക്കിത് വേണ്ട വേണ്ട, അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവുക. നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വേണ്ട 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 എന്നൊരു തോന്നല്, ഓക്കെ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നല്, അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് വരാനായിട്ട് സാധ്യത കാണുന്നു. അപ്പൊ അവിടെ നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നുകൊണ്ട് നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ ആ വരുന്ന മാറ്റത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചാലഞ്ച്. ഓക്കെ, അത് എളുപ്പമായിരിക്കില്ല, പറയുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും, പക്ഷെ ആ ഒരു വരുന്ന തോട്ട്സിനെ മറികടന്ന് അവിടെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ്, ഞാൻ ഈ തോട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യില്ല, ഞാൻ ഈ വരുന്ന മാറ്റങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അതെന്റെ നല്ലതിനാണ്, യൂണിവേഴ്സിന്റെ ലൈഫിലേക്ക് ആ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്റെ നല്ലതിനാണ്, അതിന് ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്ന് എന്താ പറയാ, തീരുമാനമെടുത്ത് ആ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച്. എല്ലാ നൈറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, വേറൊരു കാര്യമാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് നേരത്തെ സംഭവിക്കുക, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെനിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ ഇത് കുറച്ചും കൂടെ നേരത്തെ ആയില്ലേ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലുള്ളിൽ ഉണ്ടാവുക. ഓക്കെ, ഞാൻ അതിന് തയ്യാറല്ല, അങ്ങനെ ഒരു തോന്നല് നിങ്ങളുടെ ഉള്ളിൽ, അത് നിങ്ങളുടെ തോന്നല് മാത്രമാണ്, നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി റെഡിയാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് എത്തിയാൽ മതി, നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയാണ്, നിങ്ങളുടെ ഉള്ളിലത്തെ തോന്നലാണ്. ഓക്കെ, നിങ്ങൾ റെഡി ആയത് കൊണ്ടാണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്ന് നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കണം ആ സമയത്ത്. മാത്രമല്ല, ഈ ഒരു മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ പല കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ലൈഫിലുള്ള പല എനർജീസിനെയും ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ വേർപെട്ടുകൊണ്ടിട്ട് വേണം മുന്നോട്ട് പോകേണ്ടി വരിക ഈ മാറ്റങ്ങൾ സ്വീകരിക്കുമ്പോൾ. ഓക്കെ, അതും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് അതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് കാണുന്നു. അപ്പൊ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് വിട്ട് കളയാനൊരു വിഷമം. ഓക്കെ, അപ്പൊ അത് ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, നിങ്ങളിപ്പോ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിനെ വിട്ട് കളയണം, കാരണം അവരിൽ നിന്ന് വിട്ടു പോരണം, എന്നാലേ ഇപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റത്തെ സ്വീകരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, അത് നടക്കുള്ളൂ. അപ്പൊ അവിടെ നിങ്ങൾ ആ ഒരു കണക്ഷൻ ഉപേക്ഷിക്കുകയാണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഒരുമിച്ചായിരുന്ന ഒരു സമയത്തിന് നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോരുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ഓഫ് കോഴ്സ് ഓൺലൈനിലൊക്കെ ഉള്ളതാണ്, ഇപ്പൊ നമുക്ക് ഒരുപാട് മീഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മീഡിയംസ് ഉണ്ട് കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും അവരിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുകയാണ്, അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മാറ്റങ്ങളെ സ്വീകരിക്കാൻ ഒരു മടി, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ്, നിങ്ങൾ ഇതിന് എക്സ്ക്യൂസസ് കണ്ടെത്താൻ ശ്രമിക്കും. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് നല്ലതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന വളരെ ലെയിം ആയിട്ടുള്ള എക്സ്ക്യൂസസ് എന്ന് പറയില്ലേ, അങ്ങനത്തെ എക്സ്ക്യൂസസ് ഒക്കെ നിങ്ങൾ കണ്ടെത്താനും അത് എന്താ കൺവിൻസിംഗ് ആയ റീസൺ ആണെന്ന് സ്വയം ബോധിപ്പിച്ച് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കാനും നിങ്ങൾ ഒരു ശ്രമം നടത്തും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള സിനാരിയോ ആണ് ഞാനിപ്പോ ഈ പറഞ്ഞത്, അതെല്ലാവർക്കും കണക്ട് ചെയ്യണമെന്നില്ല, പക്ഷെ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് പാടില്ല, അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അത് പാടില്ല, നിങ്ങൾക്ക് ആ ടെൻഡൻസി ഉണ്ടാവും, പാടില്ല. അത് വിട്ടു പോരുക എന്നുള്ളത്, ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറുക എന്നുള്ളത്, അതിൽ നിന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ്, അത് നടക്കേണ്ട സമയമാണ്. അത് വേണ്ട എന്ന് നിങ്ങൾ വെക്കുമ്പോൾ പിന്നീട് നിങ്ങൾ അതിൽ ദുഃഖിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് വരാൻ പാടില്ല എന്നാണ് എങ്കിൽ നിങ്ങൾ ഇത് അങ്ങനെ പിന്നീട് ദുഃഖിക്കേണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഓഫ്കോഴ്സ് അതാണ് എല്ലാവരും ആഗ്രഹിക്കാലോ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു മടി, അനാവശ്യമായിട്ടുള്ള എക്സ്ക്യൂസ് കണ്ടെത്താനുള്ള ടെൻഡൻസി, അത് വേണ്ട. ഓക്കെ,
യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ഇത് ഈ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഞാൻ അതിന് റെഡിയാണ്, അപ്പൊ അതിന് ഒരു കാരണം ഉണ്ടാവും, ഞാൻ ആ മാറ്റത്തെ സ്വീകരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആയിരിക്കാൻ പറ്റണം. ഇതാണ് നിങ്ങളുടെ വെല്ലുവിളി. കാരണം അങ്ങനെ ആയിരിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഐഡിയ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിൽ നിന്ന് ലഭിക്കുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിന്റെ ഒരു ചുരുക്ക വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.